ഹായ് ഗുഡ് മോർണിംഗ്. ഇന്നും ഗ്രീൻ ഹെവനിലാന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും എല്ലാ പ്ലാന്റുകളോടും ചെടികളോടും പൂക്കളോടും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ചിലവയെ നമ്മൾ അറിയാതെ കുറച്ചുകൂടി സ്നേഹം കൊടുത്ത് വളർത്തിപ്പോവും. പന്തിയിൽ പക്ഷാഭേദം കാണിക്കുന്നതല്ല കേട്ടോ. ചിലതിനോട് ചില കളറുകളോട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ഇഷ്ടം കൂടുതൽ എന്തായാലും ഉണ്ടാവും, അത് ഇനി എത്ര ഇല്ല എന്ന് പറഞ്ഞാലും. അപ്പോൾ വാട്ടർ പ്ലാന്റ്സിന് ഒരുപാട് ഇഷ്ടമാണ്. ആ ഒരുപാട് ഇഷ്ടങ്ങൾക്കിടയിൽ ഒരുപാട് പരിമിതികളുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ അറിയാം. ആകെ വെയിലടിക്കുന്ന കുറഞ്ഞ സ്ഥലമേ ഉള്ളൂ, അതിൽ തന്നെ ഇത്രയും ചെടികൾ കൺജസ്റ്റഡ് ആയിരിക്കുന്നുണ്ട്. അവിടെയും നോക്ക് എൻ്റെ സുന്ദരി മോൾ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇത് ഡാർക്ക് വയലറ്റ് ആയിരുന്നു, ആൾക്ക് ഇപ്പോൾ ഒരു ചെറിയ കളറ് കുറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ഈ കുറഞ്ഞ സ്പേസിലാണ്, അതായത് ഒരു പെയിൻറ്റ് ബക്കറ്റിലാണ് ആളിരിക്കുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആൾ കണ്ടോ, 2 3 4 ബഡ്ഡുകൾ കണ്ടോ. ശരിക്കും ഇപ്പം നിലവിൽ ഇതൊരെണ്ണം വിരിഞ്ഞു. ഇത് ചെറുതാട്ടോ, ആൾ വളരെ ചെറുതാവുകയും ചെയ്തു. ഇത് ഇതൊന്നുമല്ല, സൈസും ഇതല്ല, കളർ ഇത് ലൈറ്റ് ആയിട്ടുള്ള നമ്മുടെ വാട്ടർ ലില്ലി അല്ല കേട്ടോ, കുറച്ച് ഡാർക്ക് കളറുള്ളതാണ്. ഉള്ളിൽ ഫുൾ നല്ല യെല്ലോ ഷെയ്ഡൊക്കെ ആയിട്ട്. പക്ഷേ ഇതേ 2 3 മുട്ട് ഇങ്ങനെ 3 ബഡ് കാണുന്നുണ്ട്, ഒരെണ്ണം വിരിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇനിയും എന്തായാലും ഒരുപാടുണ്ടാവും. കാരണം നമ്മുടെ പ്ലാന്റുകൾക്ക് നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് വളർത്തുന്നവർക്ക് നന്നായിട്ട് അറിയാൻ തോന്നും. കാരണം ഇവർ ശരിക്കും ഈ രീതിയിലൊന്നും ബ്ലൂം ചെയ്യാനുള്ളൊരു സെറ്റപ്പ് നമുക്ക് ആക്കി കൊടുക്കാനില്ല. ഒന്നാമത്തെ സ്ഥലപരിമിതി, ചെറിയൊരു പെയിൻറ്റ് ബക്കറ്റിലാണ് ഇരിക്കുന്നത്. എങ്കിലും അവർക്ക് നമ്മുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടാണോയെന്ന് അറിയില്ല, അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലൂംസ് തരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇത്തരങ്ങൾ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ.